ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചെറിയ ചെറിയ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും റീലായിട്ട് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ എഗെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയതാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു എൻ്റെ അടുത്തുള്ള കുട്ടികളായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഇന്നൊരു കല്യാണത്തിന് പോകണം. അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിലാണ് പോയത്. കല്യാണത്തിന് രാവിലെ പോകാൻ കുറച്ച് ബിസി ആയിരുന്നത് കാരണം ചേട്ടൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റിസപ്ഷനാണ് പോകുന്നത്. അപ്പോൾ റിസപ്ഷന് പോകുന്നത് കൊണ്ട് എന്തിനാണ് ഈ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി എന്നല്ലേ, ഇത് ആക്ച്വലി സെറ്റ് മുണ്ടാണ് എൻ്റെ. അതിന് ഒരു എന്ത് കളർ ബ്ലൗസ് വേണമെങ്കിലും നമുക്കത് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ മുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ഉള്ള സെറ്റ് മുണ്ട് തന്നെയാണ്. ഞാനങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. സോ ഇത് പിന്നൊക്കെ ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലിരിക്കുന്നത്. ഞാൻ ആക്ച്വലി പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചത്. ഓണമല്ലേ, ഓണത്തിൻ്റെ ഒരു 2 days ബിഫോർ ആയിരുന്നു കല്യാണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും സെറ്റ് മുണ്ട് റിസപ്ഷന് ഉടുക്കാം എന്നുള്ളൊരു പ്ലാന് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ഓർണമെൻറ്റ്സ് ഞാൻ എടുത്ത് വെക്കുകയായിരുന്നു. ഇതൊരു ചെറിയൊരു ടെമ്പിൾ ഡിസൈനിൻ്റെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണിത്. എൻ്റെ ഒരു ചെറിയ ഡയമണ്ടിൻ്റെ ഒരു റിങ്, പിന്നെ ഇത് ചെറിയൊരു ഡയമണ്ടിൻ്റെ നോസ് പിന്നാണ്. നോസ് പിൻ ആക്ച്വലി ഫോക്കസ് ആവുന്നില്ല. സോ അതാണ് ഞാനതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു നോസ് പിന്ന്, മോതിരം, പിന്നെ മാല, കമ്മൽ, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാംഗിൾസ്, ഇതെൻ്റെ ഗോൾഡ് ബാംഗിൾസാണിത്. അതും കൂടെ ഞാൻ എടുത്ത് വെച്ച് സെറ്റാക്കി. ഡ്രസ്സും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒന്ന് റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ഞാൻ എല്ലാ കിച്ചൻ്റെയും വീട്ടിലെയും എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് റെഡി ആവാനായിട്ട് തുടങ്ങിയത്. റിസപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി സമയം കൂടെ ഉണ്ടല്ലോ. ഒരു 4-4:30ക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ പിന്നെ റെഡി ആയതിന് സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ പൗഡർ, കണ്ണെഴുതുക, പൊട്ട് വയ്ക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു. മോൾക്ക് പിന്നെ ഈ ഒരു ഡ്രസ്സിലാണ്. അവൾക്ക് ഫുൾ ഓഫ് ഓണം മൂഡാണ്. അതുകൊണ്ട് ഫുൾ ഓഫ് കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനൊന്ന് സിമ്പിളായിട്ട് റെഡി ആയതിന് ശേഷം പിന്നെ എപ്പോഴും ഉള്ളതാണ് ലൈക്ക് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ കമ്മലൊക്കെ ചേരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം, എനിക്ക് ഈ ഡ്രസ്സ് ചേരുന്നുണ്ടോ, കമ്മൽ ചേരുന്നുണ്ടോ, സെറ്റ് മുണ്ട് ഞാൻ ഉടുത്തത് പെർഫെക്റ്റ് ആണോ എന്നുള്ളത്. എനിക്ക് അങ്ങനെ വലിയ പെർഫെക്റ്റായിട്ട് ഉടുക്കാനൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടൊക്കെയാണ് ഞാൻ ഈ എങ്ങനെ പെർഫെക്ഷനിൽ ഉടുക്കണമെന്നൊക്കെ ഞാൻ കണ്ടു പഠിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ചേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്തത്. ഇതാണ് എൻ്റെ വീട്. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ബാക്കിലിരിക്കുന്നത് കണ്ടോ, ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. പിന്നെ എന്നെ അവിടെ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ ചേട്ടൻ ഓഫീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അമ്മേരെ കൂടെ കുറച്ച് ദിവസം നിന്നു. ഇപ്പോൾ സ്കൂളിൽ പിന്നെ വെക്കേഷൻ ആണല്ലോ, ഓണ ലീവിന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മെയിനായി ചെയ്യേണ്ട അമ്മേരെ കാര്യങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, പിന്നെ അമ്മേരെ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഞാൻ മേലെ നിന്നിട്ടാണ് ഞാനിത് എടുക്കുന്നത്. സോ നിങ്ങൾക്കത് ഫുള്ളൊരു വ്യൂ കാണാൻ പറ്റും എന്നുള്ളത്. എനിക്ക് അത്രയൊന്നും എടുക്കാനൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയാവുന്നതുപോലെ ഒന്ന് എടുത്തു, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങളൊന്ന് രാവിലെ ഒന്ന് റെഡിയായി. അപ്പോൾ രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും പുറത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. ഇവൾ ഫുൾ ഓഫ് ടയേർഡിലാണ്. ഇത് ഏകദേശം നമ്മളെല്ലാം ചെയ്തിട്ട് വീട്ടിൽ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇവൾക്ക് മൊത്തത്തിലുള്ള ഒരു ഭയങ്കര ഒരു ക്ഷീണത്തിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫേസ് എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. മറ്റേ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.